ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട പുല്ലിയിലച്ച കടുപ്പിലച്ച അർച്ചഡീക്കന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട കീരഞ്ചെറിയച്ച പൂഴിമലയച്ച മറ്റ് വൈദികരെ സമർപ്പിതരെ മാതാപിതാക്കളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ചരിത്ര പ്രസിദ്ധമായ പ്രവിത്താനം കൊറോന ദേവാലയത്തിൽ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒരു പുത്തനച്ഛൻ പിറക്കുകയാണ്. വർഷങ്ങളായിട്ട് നോക്കി പാർത്തിരുന്ന കാര്യമാണിത്. മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക പരിശീലനം നേടിയ അബ്രാഹം ക്രിസ്തു പുള്ളിക്കാട്ടിലിൻ്റെ അഭിഷേകമാണ് ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത്. വളരെ നാളത്തെ പഠനവും ആലോചനയും പരിചിന്തനവുമെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ മാതാപിതാക്കളും പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നത്. റിട്ടയേർഡ് വൈ ക്ലർക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ഷാജ്, അമ്മ സുനു, സഹോദരങ്ങൾ ക്രിസ്റ്റി, വൈഫ് എം ക്യാപ്പ്, ഇറേൻ, അതുപോലെ മറ്റ് കുടുംബാംഗങ്ങൾ, അവരുടെ വലിയൊരു പ്രാർത്ഥന ഇവരുടെ പരിശീലന കാലഘട്ടത്തിലുണ്ടായിരുന്നു. 2 വല്യമ്മച്ചിമാരും അവരാണിരിക്കുന്നത് ഞാൻ കരുതുന്നു. സന്തോഷത്തോടുകൂടെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഭാഗ്യപ്പെട്ടവരാണ്. കൊച്ചു മകനെ ഇതുപോലെ തിരുസന്നിധിയിൽ അഭിഷേകത്തിന് അർഹനായിട്ട് നിർത്തുന്നത്. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ഇടവേളയിൽ 3 കൊല്ലം നമ്മളുടെ സെൻറ് തോമസ് കോളേജിൽ പൊളിറ്റിക്സ് പഠിക്കുകയും BA ബിരുദം നല്ല മാർക്കോടുകൂടി കരസ്ഥമാക്കുകയും ചെയ്തു. വീണ്ടും തിരിച്ച് മംഗലപ്പുഴ സെമിനാരിയിൽ പോയി വൈദിക പരിശീലനം പൂർത്തിയാക്കുകയായിരുന്നു. നല്ല ഒരു മിഷണറി ആഭിമുഖ്യമുള്ള ശമാശനാണ്. ധാരാളം പ്രാർത്ഥിക്കുന്നയാളാണ്. സാമാന്യം നല്ലതുപോലെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മികവുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കുട്ടിയാണ്. നല്ല സോഷ്യൽ ക്യാരക്ടറുണ്ട്. സഹപ്രവർത്തകരോടും സഹപാഠികളോടും മേലധികാരികളോടുമൊക്കെ നല്ല സ്നേഹബന്ധത്തിൽ മുന്നേറാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ നല്ല ഒരു സ്വഭാവമാണ് ഉള്ളതെന്ന് ആലുവ സെമിനാരിയിലെ പ്രത്യക്ഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കലാപരമായ കാര്യങ്ങളിൽ ഒക്കെ വലിയ സാമർഥ്യമുണ്ട്. നല്ല ഒരു കുലീനത പെരുമാറ്റത്തിലും ജീവിതത്തിലുമെല്ലാം കാണിക്കുന്ന ആളാണ്. അതൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണല്ലോ. നമ്മൾ പ്രവിത്താനം പള്ളിയിലാണ്. നമ്മുടെ രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കൊറോനയാണ്. സെൻ്റ് അഗസ്റ്റിൻ്റെ പള്ളിയാണ്. മിഖായിൽ റൈസ് മാലാഹായുടെ പള്ളിയാണ്. ദൈവദാസൻ കൗകാട്ട് പിതാവിൻ്റെ പള്ളിയാണ്. മഹാകവി പ്രവിത്താനം ദേവസ്യായുടെ പള്ളിയാണ്. വലിയ മിഷണറി സംഗമം നടത്തിയ ഇടവകയാണ് കഴിഞ്ഞ വർഷം. മിഷണറി പ്രവർത്തകരായ മോൺസിഞ്ഞോർ കുടിഞ്ഞാലി, ബഹുമാനപ്പെട്ട ചാൾസ് കുടിഞ്ഞാലി എന്നിവരുടെ നാടാണ്. ധാരാളം വലിയ അച്ഛന്മാർ, സമർത്ഥർ പലായ്ക്ക് വേണ്ടിയും മിഷന് വേണ്ടിയും നമുക്ക് ലഭിച്ചു. നമ്മുടെ ചെല്ലാണച്ഛനായിരുന്ന കുടിഞ്ഞാലച്ഛനെ പോലെയുള്ളവർ, അങ്ങനെ നിരവധി ആളുകൾ വൈദിക രംഗത്തും സമർപ്പിത രംഗത്തും സാഹിത്യരംഗത്തും മേലധ്യക്ഷ രംഗത്തുമെല്ലാം ലഭിച്ച ഒരു ഇടവകയാണ്. അപൂർവമായ ഒരു കോമ്പിനേഷനാണ് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ട് നമ്മൾ കരുതണം.
ആ ഇടപെടൽ കർത്താവ് നമ്മെ നേരിട്ട് വിളിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇന്നത്തെ അഭിഷേക കർമ്മത്തിലെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വാക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. 4-ാം കാനോനായിലെ തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയനീയമാംവിധം സ്വീകരിക്കുവാനും അധികാരപൂർവം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇവനെ പൂരിതനാക്കണമേ. അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. തിളങ്ങുന്ന മാണിക്യം പോലെ ഈ കുഞ്ഞിനെ മാറ്റിയെടുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിയുക്ത പുരോഹിതനാണ് മാണിക്യമായിട്ട് മാറേണ്ടത്. ശ്രിയാനിയിൽ മർഗാനീസ എന്നും ലത്തീനിൽ തെസൗറോസ് എന്നും നമ്മൾ ഉപയോഗിക്കുന്ന മനോഹരമായ വാക്കുകളാണ്. തിളങ്ങുന്ന മാണിക്യം. തിളങ്ങുന്ന മാണിക്യം ആകണമെങ്കിൽ പുരോഹിതൻ പ്രകാശമായ ഈശോയുമായി നിരന്തരം സമ്പർക്കത്തിൽ ആയിരിക്കണം. ലാപ്സിസ് ലാസുളി എന്നാണ് അരമായ വാക്ക്. തിളങ്ങുന്ന മാണിക്യം. രാത്രിക്കാണെങ്കിലും അതിൽ തിളക്കമുണ്ടാകും. അതുകൊണ്ട് തിളങ്ങുന്ന മാണിക്യം, ലാപ്സിസ് ലാസുളി അല്ലെങ്കിൽ മാർഗാനീസ എന്നത് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. പുരോഹിതൻ സ്വയമേ പ്രകാശിക്കുന്നില്ല. പുരോഹിതൻ്റെ പ്രകാശം നിത്യ വെളിച്ചമായ, സത്യ വെളിച്ചമായ ഈശോയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല, സൂര്യൻ്റെ പ്രകാശം സൂക്ഷിക്കുകയാണ്. ഈശോയെ കൂടാതെ ശോഭിക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്, വലിയ പരാജയമായിരിക്കും. പുരോഹിതനെ കാണുന്നവൻ ഈശോയെ കാണണം എന്ന പൗരസ്ത്യ പിതാക്കന്മാരുടെ പ്രബോധനം ഇതുതന്നെയാണ്. പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തിയെ കാണുമ്പോൾ ഈശോയെ കാണുന്നത് പോലെ, ആൾട്ടർ ക്രിസ്തുസ്, ഈശോ പോലെ ആയി മാറുകയാണ്. നമ്മൾ അച്ഛന്മാരെ ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാറുണ്ടല്ലോ. അച്ഛനതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ അത് മേടിച്ചു കെട്ടി പോവുകയാണ് പലപ്പോഴും. അച്ഛൻ ആരെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ ഈശോയ്ക്കാണ് വിശ്വാസികൾ സ്തുതി കൊടുക്കുന്നത്. അതിനാൽ ഈ സ്തുതി ചെല്ലാൻ അനുനിമിഷം ഓരോ പുരോഹിതനും സാധ്യതയുണ്ടെങ്കിൽ, സ്തുതി സ്വീകരിക്കാൻ അവകാശമുണ്ടെങ്കിൽ അതൊരു മൈൽഡ് റിമൈൻഡർ ആണെന്നുകൂടെ നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണ്. സ്തുതി ഈശോയ്ക്കാണ്. ഈശോയെപ്പോലെ ഇനിയും ആകണം. ഈശോയാണ് വെളിച്ചം. താങ്കളുടെ ഷൈനിങ്ങിൽ ഒരർത്ഥവുമില്ല. കർത്താവിൻ്റെ പ്രകാശത്തോട് ബന്ധപ്പെട്ട് നിൽക്കണം കേട്ടോ. അതാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ കർത്താവിൻ്റെ വെളിച്ചം ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും നമുക്ക് നല്ലതുപോലെ സാധിക്കണം. അതിലേക്കുള്ള വലിയൊരു ക്ഷണമാണ് ഇന്നത്തെ ഈ പ്രാർത്ഥന ശുശ്രൂഷകളെല്ലാം. നമ്മൾ കേട്ട സുവിശേഷത്തെക്കുറിച്ചും 2-3 നിമിഷങ്ങൾ മാത്രം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യമാണ്: എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. കർത്താവ് പറഞ്ഞ കാര്യമാണ്.
എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9:40 അല്പം വ്യത്യാസപ്പെടുത്തി നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. ചെറിയൊരു അർത്ഥവ്യത്യാസമേ ഉള്ളൂ. അകക്കാമ്പിൽ ഒരർത്ഥം തന്നെയാണ്. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ കൂടെയാണ്. മത്തായിയുടെ സുവിശേഷം മുഴുവനും തന്നെയും പിശാചുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈശോ നടത്തുന്നത്. പിശാചിനോട് കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ തോറ്റുപോകും. ഓരോ നിമിഷവും നമ്മൾ ഈ ഏറ്റുമുട്ടലുകൾ നടത്തണം. പിശാച് പാരസൈറ്റാണ്. അതിനെവിടെയെങ്കിലും താമസിക്കണം, വീട് വേണം, കിടപ്പാടം വേണം. ഈശോ തന്നെയും പലപ്പോഴും പിശാചുക്കളെ എക്സോർസൈസ് ചെയ്ത് ആ വ്യക്തിയിൽ നിന്ന് പുറത്ത് വിട്ടപ്പോൾ അവർ വേറെ ഏതെങ്കിലും വ്യക്തികളിൽ പോയി പ്രവേശിക്കുകയാണ് ചെയ്തത്. പിശാച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ശ്ലീഹന്മാർ ഉറങ്ങിപ്പോകും. പിശാചിന് ഉറക്കമില്ല. അവൻ ഉറങ്ങുന്നത് ഏതെങ്കിലും നല്ല ആളുകളുടെ ഹൃദയത്തിൽ കയറി കൂടിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് മത്തായി പറഞ്ഞത് കൂടെ അല്ലാത്തവൻ എതിരാണ്. കൂടെ ആയിരിക്കേണ്ടവരാണല്ലോ. ശ്ലീഹന്മാരെല്ലാം ഈശോയുടെ കൂടെയാണ്. പിതാക്കന്മാരെല്ലാം മാർപ്പാപ്പായുടെ കൂട്ടത്തിലാണ്. രൂപതാ വൈദികരെല്ലാം രൂപതാധ്യക്ഷൻ്റെ കൂട്ടത്തിലാണ്. അത് സ്വാഭാവിക നീതിയാണ്. അങ്ങനെ കൂട്ടത്തിൽ അല്ലാത്തവൻ എതിരാണ്. അതൊരു നോർമലായിട്ടുള്ളൊരു ലോജിക്കാണ്. ആ എതിര് വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഈശോയാണ് ഗ്യാദറർ, എല്ലാം വിളിച്ചു കൂട്ടുന്നത്. കർത്താവ് വിളിക്കുമ്പോഴാണ് എല്ലാവരും വരുന്നത്. ദ ഗ്യാദറർ, എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് ഈശോയാണ്. സാത്താനെക്കുറിച്ച് പറയുന്നത് ദ സ്കാറ്ററർ, എല്ലാം തെറിപ്പിച്ച് കളയുന്നത്, അനൈക്യത്തിലേക്ക് കൊണ്ടുവരുന്നത് സാത്താനാണ്. ഈ രണ്ട് ഏറ്റുമുട്ടലുകൾ നിരന്തരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് അല്പം ടോൺ കുറച്ച് പറഞ്ഞതിൻ്റെ ഒരു കാരണം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയുടെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, അവിടെ ഒരാൾ അങ്ങയുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുണ്ട്, പിശാച് ഇറങ്ങിപ്പോകുന്നുണ്ട്, പക്ഷേ അവൻ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതല്ല, വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞ് പിശാചുക്കളെ ഒഴിവാക്കി വിടുകയാണ്. ഞങ്ങളവനെ തടയാം. ഈ പിശാച് ഒഴിക്കൽ നടക്കുന്ന ആ വ്യക്തിയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 9:40 ഈശോ പറഞ്ഞത്, വേണ്ട, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അവൻ എൻ്റെ പേരിലാണല്ലോ പിശാചുക്കളെ ഒഴിവാക്കുന്നത്. അതെനിക്കെതിരാവുകയില്ല. അതുകൊണ്ട് അവൻ നമ്മുടെ പക്ഷത്താണ്. അവനെ ഒഴിവാക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈശോയുടെ കൂട്ടത്തിലാണോ ഓരോ വൈദികനും എന്ന് തിരിച്ചറിയാനുള്ള ഏകമാർഗം സഭയിൽ നിൽക്കുന്ന ആ വിശുദ്ധ മൂല്യങ്ങളെല്ലാം കാത്തുസൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ദ റൈറ്റ് കീ ഓപ്പൺസ് ദ റൈറ്റ് ഡോർ. ശരിയായിട്ടുള്ള ഒരു താക്കോല് ശരിയായിട്ടുള്ള കതക് തുറന്നു തരും. നമ്മൾ ദൈവവചനം പഠിക്കാതെയും വിശുദ്ധ പാരമ്പര്യങ്ങളെ ആക്ഷേപിച്ചും യാമപ്രാർത്ഥനകൾ ചെല്ലാതെയും കൊന്ത ചെല്ലാതെയും നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് ഭക്ഷിച്ച് പാനം ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോവുകയാണ്. ദ റൈറ്റ് കീസ് ഓപ്പൺ ദ റൈറ്റ് ഡോർസ്. ശരിയായിട്ടുള്ള താക്കോല് നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും മാനസിക വിഷമമുണ്ടാകുന്നത്, സംഘർഷങ്ങളുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുകളിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നത്.
പരിശുദ്ധമായ പാരമ്പര്യമാണ് യഥാർത്ഥ താക്കോല്. നല്ലപോലെ കുർബാന ചൊല്ലുന്നയാൾ, എല്ലാ യാമങ്ങളിലെയും പ്രാർത്ഥന ചൊല്ലുന്ന അച്ഛന്, ജനങ്ങളോടൊത്ത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്ന അച്ഛന്, ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യക്ഷേമങ്ങൾ നടത്തുന്ന അച്ഛന്, ആ അച്ഛനെ ആരും വെറുക്കുകയില്ല. ആ അച്ഛനാണ് യഥാർത്ഥത്തിലുള്ള താക്കോല്. യഥാർത്ഥത്തിലുള്ള പാരമ്പര്യവും അതുതന്നെയാണ്. എ ട്രൂ ട്രഡീഷൻ ഡസ് നോട്ട് നീഡ് എനി ബ്യൂറോക്രാറ്റിക് പ്രൊട്ടക്ഷൻ. ഒരു നല്ല പാരമ്പര്യം സ്വാഭാവികമായിട്ട് വളർന്നോളും. അത് കൈകാര്യം ചെയ്യുന്ന അച്ഛൻ നല്ലതാണെങ്കിൽ മാത്രം മതി. ഇറ്റ് ഈസ് ഇറ്റ്സ് ഓൺ പെർപെച്വൽ റെസുറക്ഷൻ. ഒരു നല്ല പാരമ്പര്യം അതിൽ തന്നെ ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്. ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ഓൺ പെർപെച്വൽ റെസുറക്ഷൻ. ഉത്ഥാനം എന്താണ് എന്ന് അത് നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ കുർബാന ചൊല്ലുന്നു, തേടൂറിൻ്റെ പരിശുദ്ധ കുർബാന ചൊല്ലുന്നു. അതിനേക്കാൾ മനോഹരമായ പ്രാർത്ഥനാ സമുച്ചയം ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലുള്ള എല്ലാ ആരാധനക്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആളുകൾ സ്വീകരിക്കാതെയോ യുദ്ധം വഴിയോ നഷ്ടപ്പെട്ടാലും ഒരിക്കലും മരിക്കാതെ നിൽക്കുന്ന അനാഫ്രയാണ് തേടൂറിൻ്റെയും നെസ്റ്റോറിസിൻ്റെയും അദായിയാന്മാരുടെയും നമ്മുടെ 3 കുർബാനക്രമങ്ങൾ. അത് പ്രാർത്ഥനാപൂർവം നമ്മൾ ചെല്ലുമ്പോൾ യഥാർത്ഥ താക്കോല് നമ്മുടെ കയ്യിലാണ്. പെർപെച്വൽ റെസുറക്ഷൻ നമ്മൾ മനസ്സിലാക്കുകയാണ്, കൂടെ ആയിരിക്കുകയാണ്. ഈശോയുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായിട്ടത് മാറുകയാണ്. ഇറ്റ് ഈസ് പ്രൂൺഡ് ബൈ പെർസെക്യൂഷൻ. അത് വളരുന്നത് ചിലപ്പോൾ രക്തസാക്ഷിത്വം വഴിയായിരിക്കാം. വാട്ടേഡ് വിത്ത് ബ്ലഡ്, അതിന് ജലം കിട്ടുന്നത് രക്തം കൊടുക്കുമ്പോഴായിരിക്കാം. ട്രഡീഷൻ ഈസ് ആൻ ഓൾഡ് ട്രീ. ഈശോയുടെ കാലഘട്ടം വരെ പാരമ്പര്യമുള്ള പൗരാണികത്വമുള്ള കാര്യമാണ് നമ്മളുടെ ശ്ലീഹായുടെ ട്രഡീഷൻ, മാർത്തോമ ട്രഡീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ നിൽക്കാനാണ്. കൂട്ടത്തിൽ നിൽക്കണമെങ്കിൽ കർത്താവിനെ നിരന്തരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കുർബാന, ഇതര കുദാശകൾ, ദൈവവചനം എല്ലാം നമുക്ക് വേണം. ആടുകൾ ഇടയനെ ഉപേക്ഷിച്ച് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ അപ്പൻ്റെ വീട് വിട്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീക്ക് നാണയം നഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം വലിയ പ്രതിസന്ധികളാണ്, ടെൻഷൻസാണ്. ഇടയൻ നോക്കുമ്പോൾ, വീട്ടിലെ അമ്മ നോക്കുമ്പോൾ, വീട്ടിലിരിക്കുന്ന അപ്പൻ നോക്കുമ്പോൾ അവരെയെല്ലാം ഉപേക്ഷിച്ച് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. നമ്മൾ വേണ്ട പോലെ അത് നോക്കുന്നില്ല. നമ്മളുടെ താക്കോലുകൾ വളഞ്ഞു പോകുന്നു എന്നതൊക്കെയാണ് അതിൻ്റെ കാരണം. അക്വീനാസ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഇൻ ഓൾ ദ സാക്രമെൻറ്റ്സ് ദ പവർ ഓഫ് ക്രൈസ്റ്റ് ഈസ് പ്രസൻറ്റ്. എല്ലാ കുദാശകളിലും ഈശോയുടെ ശക്തിയുണ്ട്. ഇൻ ദ യൂക്കറിസ്റ്റ് ഇപ്സെ ക്രിസ്തുസ്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെയാണ് ഇപ്സെ ക്രിസ്തുസ്. ആ കുർബാനയിൽ ഈശോ പൂർണ്ണമായിട്ട് സന്നിഹിതനാണെന്നുള്ളതിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഇപ്സെ ക്രിസ്തുസ് എന്ന പേരിൽ തന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു ചിന്തയാണ്, ദ സ്മോക്ക് ഓഫ് ദ ഇൻസെൻസ് ആൻഡ് ദ പ്രേയേഴ്സ് ഓഫ് ദ സെയിൻറ്റ്സ് റോസ് ബിഫോർ ഗോഡ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും കുർബാനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ധൂപവും ഇത് രണ്ടുമേ സ്വർഗത്തിലേക്ക് ഉയർന്നു പോവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമത്തിൽ ശിക്ഷ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും നമ്മൾ ധൂപം ഉപയോഗിക്കണം എന്നെല്ലാം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൂട്ടിക്കൊണ്ട് പോകുന്ന യാഥാർത്ഥ്യമാണിത്. പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ്
പറഞ്ഞു, ലോകത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ കുർബാന അർപ്പിക്കലും യാമ പ്രാർത്ഥനകളുമാണ്. ഒരു വൈദികൻ ദൈവത്തിനായുള്ള ഈ ശുശ്രൂഷയേക്കാൾ മഹത്തായ മറ്റൊരു കാര്യവും ചെയ്യാനില്ല. നമ്മൾ വലിയ കാര്യമായ വീഴ്ചകളൊന്നും വരുന്നില്ലായിരിക്കാം, എങ്കിലും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഗ്യാദററായ ഈശോയുടെ കൂട്ടത്തിൽ ആ കതകുകൾ തുറന്ന് അവിടെ എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരവസരത്തിൽ പറഞ്ഞു, മാമ്മോദീസ സ്വീകരിച്ച വ്യക്തിയെ പാരമ്പര്യം നൽകപ്പെടുകയല്ല ചെയ്യുന്നത്, പ്രത്യുത അവനെ പാരമ്പര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പാരമ്പര്യം 2000 വർഷങ്ങളായിട്ട് ഉള്ള ആ മൂല്യമാണ്, അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഹി ഈസ് ഗിവൺ ഓവർ ടു ദാറ്റ് ട്രഡീഷൻ. ആ വലിയ പാരമ്പര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. നമ്മൾ തോമാശ്ലീഹായിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് നിർത്തിയിരിക്കുന്നവരാണ്. നമ്മുടെ 3 പരിശുദ്ധ കുർബാനക്രമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് നിർത്തിയിരിക്കുന്നവരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അംശം മാത്രം സ്വീകരിച്ചവരല്ല. അതുകൊണ്ട് പാരമ്പര്യങ്ങൾ നശിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. നമുക്കതിന് ഒരു കാലത്തും പൊറുതി കിട്ടുകയില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം തന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് കൈമോശം വരുത്താതിരിക്കാൻ വേണ്ടി സഭയുടെ പിതാക്കന്മാർ, വിശുദ്ധ പൗലോസ് എല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നടപടി പുസ്തകം 26:14 ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ല. അതിനേക്കാൾ കഠിനമായ ഭാഷ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നില്ല. നടപടി 26:14 ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ല. ശൗലിനെ കുതിരപ്പുറത്തു നിന്ന് ഉരുട്ടി ഇട്ടപ്പോൾ കേട്ട ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നമ്മളുടെ കാതുകളിലും എപ്പോഴുമുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് വൈദികരെ, സഭയെ, സമർപ്പിതരെ എല്ലാം വിമർശിക്കുകയും അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ തിരുവചനം നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്വരമാണിത്. ഞാനൊരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പൗലോസ് ജയിലിൽ കിടന്ന് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗമാണ്. 1 തിമോത്തി 3:15 ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നിന്റെ അറിവിനായി ഞാൻ പഠിപ്പിക്കാം. നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതർക്ക് ദൃശ്യനായി, ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. ലോകം അവനിൽ വിശ്വസിച്ചു, മഹത്വത്തിലേക്ക് അവൻ സംവഹിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്ന മെത്രാനെ പോലെയുള്ള തിമോത്തിക്ക് അദ്ദേഹം എഴുതുന്ന എഴുത്ത്. നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. അഭിഷിക്തനായ മുത്തനച്ഛന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യം കൂടി വരുന്നുവെന്ന് അന്ന് പൗലോസ് എഴുതി വച്ചിരിക്കുന്നതാണ്. മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യം 1 തിമോത്തി 4:2 അതെല്ലാം 10 മടങ്ങ് ആവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പുത്തനച്ഛൻ്റെ പേര് തന്നെ ക്രിസ്തോ ഈശോ എന്നാണ്. അത് വലിയൊരു ആശ്വാസമാണ്. കൂടുതൽ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്.
ഈശോയെപ്പോലെ പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു നല്ല അച്ഛനായിട്ട് അദ്ദേഹം മാറട്ടെ. അദ്ദേഹം ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന വിനയവും ലാളിത്യവും കുലീനതയും എല്ലാം അദ്ദേഹത്തിന് എത്ര പ്രായമായാലും ഏതെല്ലാം മേഖലയിൽ കടന്നു പോകേണ്ടി വന്നാലും കാത്തു സൂക്ഷിക്കണം. പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് കളയരുത്. മാതാപിതാക്കൾ വഴി ഉള്ളത്, കൈവെപ്പ് വഴി കിട്ടുന്നത്, അതൊന്നും നഷ്ടപ്പെടുത്തരുത്. അത് കാത്തു സൂക്ഷിക്കണം. അപ്പോഴാണ് തിളങ്ങുന്ന മണിക്കം പോലെ ഈശോയുടെ കൂട്ടത്തിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ചനെയും ക്രിസ്ത്യൻ അച്ഛന്മാരെയും പ്രത്യേകം ഓർക്കുന്നു. അവരുടെ സാന്നിധ്യവും ഇവിടെ വേണ്ട ക്രമീകരണങ്ങളും എല്ലാം അവരും വൈദികന്മാരും എല്ലാം കൂടെയാണ് നടത്തിയത്. എല്ലാ അവസരങ്ങളിലും ഈ ദേവാലയത്തിലെ കർമ്മങ്ങളും ആഘോഷങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റ് ഒന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം ദൈവികമായിട്ടുള്ളൊരു അനുഭവമാണ്. അതിൻ്റെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു നമ്മുടെ മിഷൻ മീറ്റ്. ലോകം മുഴുവൻ അത് കണ്ട് ആസ്വദിച്ച് ആത്മീയമായിട്ടുള്ള ഉണർവ് നേടിയിട്ടുണ്ട്. അത് കണ്ട പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ അനേകർ വാട്സാപ്പിലൂടെയൊക്കെ അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ തരാമോ എന്നെല്ലാം ചോദിച്ച് എഴുതിയിരുന്നു. അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ്. സാർവത്രിക സഭ അതിനെക്കുറിച്ച്, പ്രവിധാനത്തെക്കുറിച്ച്, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഇവിടെ ചേർന്ന അച്ഛന്മാരെക്കുറിച്ച്, സമർപ്പിതരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്നുള്ളത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നമുക്ക് ദൈവദാസനായ കാവുകാട്ട് പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. മഹാവിശുദ്ധനായ അഗസ്തീനോസിൻ്റെ അനുഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. പരിശുദ്ധ അൽഫോൻസാമയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.